പാക് വ്യോമതാവളങ്ങൾ ഭാരതം ഛിന്നഭിന്നമാക്കിയത് ബ്രഹ്മോസ് ഉപയോഗിച്ച് 4 വ്യോമതാവളങ്ങൾക്ക് നേരെയാണ് ബ്രഹ്മോസ് ഉപയോഗിച്ചത്. ആദ്യമായാണ് ഭാരതം ശത്രുവിനെതിരെ ബ്രഹ്മോസ് തൊടുത്തുവിടുന്നത്. 9-ാം തീയതി പുലർച്ചെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഹരിയാനയിലെ സിർസയിൽ ഭാരതം നിർവീര്യമാക്കിയിരുന്നു. ഇതിന് തിരിച്ചടിയെന്ന നിലയിലാണ് പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടത്. ഭാരതത്തിന്റെ അത്യാധുനിക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് ഉപയോഗിച്ച് പാകിസ്ഥാന്റെ 4 എയർബേസുകൾ തവിടുപൊടിയാക്കി. വ്യോമമാർഗമായിരുന്നു ഭാരതത്തിന്റെ പ്രത്യാക്രമണം. ആകാശമാർഗം കരയിലേക്ക് പതിപ്പിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധി 450 മുതൽ 500 കിലോമീറ്റർ വരെയാണ്. അതിനാൽ ഭാരതത്തിന്റെ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ മിസൈലുകൾ വിക്ഷേപിച്ചു. കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധിയാകട്ടെ 950 കിലോമീറ്ററും. അതേസമയം ദേശീയ സാങ്കേതിക ദിനത്തിൽ ലക്നൌവിൽ ബ്രഹ്മോസിന്റെ നിർമ്മാണ കേന്ദ്രം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. 80 ഏക്കറിൽ 300 കോടി മുടക്കിയാണ് നിർമ്മാണം. പ്രതിവർഷം 90 മുതൽ 100 വരെ ബ്രഹ്മോസ് മിസൈലുകൾ ഇവിടെ നിർമ്മിക്കും. ജനം, ഡൽഹി.